അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയായി 74 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ 75-ാമത്തെ ആയത്താണ് മനഃപ്പാഠമാക്കാൻ പോകുന്നത്. എല്ലാ പാഠഭാഗങ്ങളും വളരെ എളുപ്പത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാനും പടച്ചവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. أفتطمعون അതേപോലെ വഖദ് ഈ രണ്ട് സ്ഥലങ്ങളിൽ കൽക്കലയുടെ നിയമമാണ് വരിക. ത്വാക്കും അതേപോലെ ദാലിനും സുക്കൂണുള്ളത് കൊണ്ട് ശബ്ദം പ്രതിധ്വനിപ്പിക്കണം. അതേപോലെ അയ്യുമിനു, പിന്നെ ഫരീഖും മിൻഹും, ഈ രണ്ട് സ്ഥലങ്ങളിലും ഇത് ബിഗുന്നയാണ്, മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. പിന്നെയുള്ളത് കലാമല്ല, അതേപോലെ യുഹരിഫൂനഹു, ഈ രണ്ട് സ്ഥലങ്ങളിലും മദ് അസ്ലിയാണ്, 2 ഹർക്കത്ത് വരെ നീട്ടി ഓതാവുന്നതാണ്. പിന്നെയുള്ളത് സുമ്മ, മീമിന് ഷദ്ദുണ്ട്, 2 ഹർക്കത്ത് മണിക്കണം. മിംബാദി, അവിടെ ഇക്ലാബിൻ്റെ നിയമമാണ് വരിക. നൂനിനെ മാറ്റിമറിച്ചുകൊണ്ട് മീം എന്ന ശബ്ദത്തോടുകൂടി ബായിലേക്ക് ലയിപ്പിച്ച് ഓതണം. മിംബാദി, മിൻബാദി എന്നല്ല, മിംബാദി. മാ അഖലൂഹു, ഇവിടെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഖാഫ്. അതേപോലെ യഅലമൂൻ, ഇവിടെ മദ് ആരിൽ സുക്കൂനാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. സത്യവിശ്വാസികളെ, നിങ്ങളെ അവർ അഥവാ യഹൂദർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ മോഹിക്കുകയാണോ? അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അത് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം ബോധപൂർവം തന്നെ അതിൽ കൃത്രിമം കാണിച്ചു കൊണ്ടിരിക്കുകയുമാണല്ലോ. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. നമുക്ക് ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. അഫതത്മഊന, അപ്പോൾ, എന്നിരിക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അയ്യുമിനു, അവർ വിശ്വസിക്കുമെന്ന്, ലക്കും, നിങ്ങളെ, വഖദ് കാന, ആയിരുന്നുവെന്നിരിക്കെ, ഫരീഖും, ഒരു കൂട്ടർ, വിഭാഗം, മിൻഹും, അവരിൽ നിന്ന്, യസ്മഊന, അവർ കേൾക്കും, കലാമല്ലാഹി, അള്ളാഹുവിൻ്റെ വചനം, സുമ്മ, പിന്നെ, യുഹരിഫൂനഹു, അതിനെ അവർ മാറ്റിമറിക്കും, മിംബാദി, ശേഷമായി, മാ അഖലൂഹു, അതിനെ അവർ ഗ്രഹിച്ചതിന്, വഹും, അവരാകട്ടെ, യഅലമൂൻ, അറിയുന്നു താനും. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്ത് ബൈഹർട്ടാക്കാൻ നോക്കാം. ബൈഹർട്ടാക്കുമ്പോൾ ഓരോ അക്ഷരത്തിനിടയിലും വിരൽ വെച്ച് വളരെ സൂക്ഷിച്ച് തന്നെ ഓതിപ്പഠിക്കണം. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും, അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും, അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും. ഒന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പോയാൽ മതി. വഖദ് കാന ഫരീഖും മിൻഹും, വഖദ് കാന ഫരീഖും മിൻഹും, വഖദ് കാന ഫരീഖും മിൻഹും. കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വരി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം.
أفتطمعون أن يؤمنوا لكم وقد كان فريق منهم أفتطمعون أن يؤمنوا لكم وقد كان فريق منهم أفتطمعون أن يؤمنوا لكم وقد كان فريق منهم ഇതൊന്ന് കാണാതെ ഒരു നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. യസ്മഊന കലാമല്ലാഹി സുമ്മ യസ്മഊന കലാമല്ലാഹി സുമ്മ യസ്മഊന കലാമല്ലാഹി സുമ്മ. ഇനി കാണാതെ നോക്കൂ. മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു. ഒന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വരി കൂട്ടി യോജിപ്പിച്ച് നോക്കാം. യസ്മഊന കലാമല്ലാഹി സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു യസ്മഊന കലാമല്ലാഹി സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു യസ്മഊന കലാമല്ലാഹി സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു. ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗം കൂടെ നോക്കാം. വഹും യഅലമൂൻ വഇസാ ലഖൂ വഹും യഅലമൂൻ വഇസാ ലഖൂ വഹും യഅലമൂൻ വഇസാ ലഖൂ. നിങ്ങൾ കാണാതെ നോക്കൂ. നമുക്ക് ഈ ആയത്തൊന്ന് കൂട്ടി യോജിപ്പിച്ച് മൊത്തത്തിലൊന്ന് ഓതി നോക്കാം. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹി സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ വഇസാ ലഖൂ أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون وإذا لقوا أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون وإذا لقوا. ഇതൊന്ന് കാണാതെ നോക്കൂ. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നത് വരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആയത്ത് പഠിക്കാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. ഇനി മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നിങ്ങൾ
ഈ ആയത്ത് ഒരു 20 തവണയെങ്കിലും ആവർത്തിച്ച് ഓതണം. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അഥവാ ഡെയിലി നിസ്കാരത്തിലും ഇത് പഠിച്ച ഭാഗങ്ങളെല്ലാം ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പഠിച്ച ഭാഗങ്ങൾ മെമ്മറിയിൽ നിൽക്കുകയുള്ളൂ. എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചത് മറന്നു പോകാതെ നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും ഉപയോഗിക്കുവാൻ പടച്ചവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത ആയത്തുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.